ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് CSIR നിന്നാണ്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂരിൽ നിന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ 10/4/2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്. അതേപോലെ തന്നെ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 10/5/2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. അതേപോലെ തന്നെ നമ്മളിത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഹാർഡ് കോപ്പി അവർക്ക് പ്രിൻ്റ് ഔട്ട് ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത ഡോക്യുമെൻറ്റ്സും എല്ലാം കൂടെ അറ്റാച്ച് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്യേണ്ടതാണ് പോസ്റ്റ് വഴി. സോ സ്പീഡ് പോസ്റ്റ് വഴി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/5/2025 മുന്നേ അത് അപ്ലൈ ചെയ്യണം. ഇനി ഇതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത്, അതുപോലെ CBT എക്സാം, CBT എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ്, ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നതും ഇതെല്ലാം ഇഷ്യൂ ചെയ്യുന്നതെല്ലാം ജൂലൈയിലാണ് നടക്കുന്നത്. സോ അതേപോലെ റിസൾട്ട് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അത് ജൂലൈയിലോട് തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. സോ അതിനകത്ത് നോക്കുവാണെങ്കിൽ ടോട്ടൽ 18 പോസ്റ്റാണ് ഇപ്പോൾ ഇതിലായിട്ട് വിളിച്ചിരിക്കുന്നത്. അതിൽ ജനറൽ കാറ്റഗറിക്ക് 6 പോസ്റ്റ്, അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി PWD കാൻഡിഡേറ്റ് 1 പോസ്റ്റ്, EWSന് 2 പോസ്റ്റ്, OBCക്ക് 5 പോസ്റ്റ്, SCക്ക് 2 പോസ്റ്റ്, STക്ക് 1 പോസ്റ്റ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ TA01 എന്ന് പറയുന്ന പോസ്റ്റ് കോഡ് നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് 9 എണ്ണമാണ് വിളിച്ചിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 2, EWS 1, SCക്ക് 1, OBCക്ക് 3, STക്ക് 1, ജനറൽ കാറ്റഗറി PWDക്ക് ഒരു പോസ്റ്റ് എന്നിവയാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ സാലറി സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 35,400 മുതൽ 1,12,400 വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് 28 വയസ്സ് വരെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ് അപ്പർ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് വിളിച്ചിരിക്കുന്നത് TA02 എന്ന് പറയുന്ന പോസ്റ്റ് കോഡാണ്. അവിടെ വിളിച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് വേണ്ടി മാത്രമാണ്. ഇനി TA03 ഒരു പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്, OBCക്കാണ്. TA4 എന്ന് പറയുന്നത് 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ജനറൽ കാറ്റഗറിക്ക് 2, OBCക്ക് 1, SCക്ക് 1. അതുപോലെ TF05 ജനറൽ കാറ്റഗറിക്ക് 1 TA06 എന്ന് പറയുന്നത് EWS 1, ജനറൽ PWDക്ക് 1 എന്നിവയാണ് പോസ്റ്റ് വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ വിളിച്ചിരിക്കുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ടോട്ടൽ 9 പോസ്റ്റുള്ള ഇത് വിളിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്കാണ്. ഇവിടെ പറയുന്നത് നോക്കുവാണെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഡിപ്ലോമയിൽ 60% മാർക്ക് വേണം. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് ഇനി നിങ്ങൾ ലാറ്ററൽ എൻട്രി വഴിയാണ് ഡിപ്ലോമ എടുത്തിരിക്കുന്നത് എങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവർക്കും 2 വർഷത്തെ ലാറ്ററൽ എൻട്രി വഴി കയറുന്നവർക്കും ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിനും 60% മാർക്ക് വേണം. അതിന് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പോസ്റ്റായിട്ട് ടോട്ടൽ വേക്കൻസി ജനറൽ കാറ്റഗറിക്ക് ഒരു വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ്. ഇവിടെ SC ST OBC കാർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്കാണ്. അവിടെ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരുന്നു ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി ഇതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഇത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് 2 വർഷത്തെ ലാറ്ററൽ എൻട്രി ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ എടുത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ്. അവിടെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം, 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് 3 ഇയേഴ്സ് വിത്ത് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. അതുപോലെ 60% മാർക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡിപ്ലോമ 2 വർഷത്തെ ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമ എടുത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസും 60% മാർക്ക് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് 4 വേക്കൻസിയുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് സയൻസ്, അതുപോലെ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc ഫുഡ് സയൻസ് അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ. അപ്പോൾ അതിൽ 60% മാർക്കും 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം BSc. അതേപോലെ തന്നെ BSc ഫുഡ് സയൻസ് അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ ഇത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വിളിച്ച പോസ്റ്റ് എന്ന് പറയുന്നത് TA05 ഒരു പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അത് ജനറൽ കാറ്റഗറിക്കാണ്. അതിൻ്റെ മൈക്രോബയോളജിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് BSc മൈക്രോബയോളജി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ BSc മൈക്രോബയോളജി പഠിച്ചിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് കെമിസ്ട്രി എന്ന് പറയുന്ന ഏരിയയിലേക്കാണ്. കെമിസ്ട്രി എന്ന് പറയുന്ന ഏരിയയിൽ BSc കെമിസ്ട്രി പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എല്ലാ അലവൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. DNS അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, അങ്ങനെയുള്ള അലവൻസുകളെല്ലാം അവർ തരുന്നുണ്ട്. അതേപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് മൈസൂർ, അതുപോലെ തന്നെ ലക്നൗ, ഹൈദരാബാദ്, മുംബൈയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വർക്കിംഗ് വരുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ SC ST OBC കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇനി റിട്ടേൺ എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് നോക്കാം. റിട്ടേൺ എക്സാം എന്ന് പറഞ്ഞാൽ OMR ബേസ്ഡ് എക്സാം ആണ്. ഇംഗ്ലീഷും ഹിന്ദിയിലും ഉണ്ട് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 200 ക്വസ്റ്റ്യൻസ് 3 മണിക്കൂറാണ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. പേപ്പർ 1 എന്ന് പറയുന്നത് 1 അവർ ആണ് ടൈം. മെന്റൽ എബിലിറ്റി ആണ് ചോദിക്കുന്നത്. 15 മാർക്ക് ആണ്. 100 മാക്സിമം മാർക്ക്, നെഗറ്റീവ് മാർക്ക് ഇല്ല. രണ്ടാമത് പേപ്പർ 2 എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ് അലോട്ട് ചെയ്തിരുന്ന ടൈം. അവിടെ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷുമാണ് ചോദിക്കുന്നത്. 25 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാക്സിമം മാർക്ക് 75, 1 നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പേപ്പർ 3 എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എടുത്തിരിക്കുന്നത് മെക്കാനിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 300 വേണം മാക്സിമം മാർക്ക്, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് മെറിറ്റ് ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ട്. ട്രേഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവരാണ് അവർ CBT എക്സാമിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. CBT എക്സാം പേപ്പർ 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറുള്ള എക്സാം ആണ്. അതിനുശേഷം പേപ്പർ 2 പേപ്പർ 3 എക്സാം ആണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന എക്സാം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഇനി എക്സാം ഫീ നോക്കുവാണെങ്കിൽ 500 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. SC ST PWD വുമൺ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റിനൊന്നും ഫീ പേയ്മെന്റ് ഇല്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇനി പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അത് 50 KB മാക്സിമം സൈസ്. അതുപോലെ സിഗ്നേച്ചറും 50 KB മറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം മാക്സിമം സൈസ് 1 MB എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ആ സോഫ്റ്റ് കോപ്പി നിങ്ങൾ ഹാർഡ് കോപ്പി ആയിട്ട് എടുത്തതിന് ശേഷം അത് പ്രിന്റ് ഔട്ട് എടുത്ത് അത് സ്പീഡ് പോസ്റ്റ് വഴി അവരുടെ ഈ അഡ്രസ്സിലേക്ക് അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/5/2025 മുന്നേ അവിടെ ചെല്ലണം എന്ന് പറയുന്ന രീതിയാണ് അയച്ചു കൊടുക്കുന്നത്. സോ അതിനകത്ത് ഈ അഡ്രസ്സ് വേണം. അതായത് നമ്മളിപ്പോൾ എൻവലപ്പ് സ്പീഡ് പോസ്റ്റ് അടിക്കാൻ നേരത്തെ എൻവലപ്പ് ഉണ്ട്. ആ എൻവലപ്പിന്റെ മുകളിൽ ഇങ്ങനെ എഴുതണം ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ് പേര് പോസ്റ്റ്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ആയിരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എടുത്ത പോസ്റ്റ് കൊടുക്കുക. TA 06 എന്നാണെങ്കിൽ അത് ഇവിടെ എഴുതുക. അഡ്വർടൈസ് നമ്പർ 03/2025 എന്ന് കൊടുക്കുക. എന്നിട്ട് സ്പീഡ് പോസ്റ്റ് രജിസ്റ്റർഡ് അല്ലെങ്കിൽ 19/5 മുമ്പായിട്ട് നിങ്ങൾ അത് അവിടെ എത്തുന്ന രീതിയിൽ അയച്ചു കൊടുക്കണമെന്ന് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഓരോ പോസ്റ്റ് കോഡിലോട്ട്. ഇപ്പം നിങ്ങൾ ഡിഫറെൻറ്റ് പോസ്റ്റ് കോഡിലോട്ട് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റ് വഴി ഒന്നിച്ചിട്ട് അയച്ചു കൊടുക്കരുത്. അതായത് സെപ്പറേറ്റ് ആയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും ട്രേഡ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ വേണം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഓഫ്ലൈനായിട്ട് നിങ്ങൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയാണ്. അതായത് നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്ത ആ റെസിപ്റ്റിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് അറ്റാച്ച് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സോഫ്റ്റ് കോപ്പി കിട്ടും. ആ സോഫ്റ്റ് കോപ്പിയുടെ സൈഡിൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അവിടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ഒട്ടിക്കുക. അതോടൊപ്പം തന്നെ ആ ഫോട്ടോയുടെ സൈഡിലായിട്ട് നിങ്ങൾ സൈൻ ചെയ്യണം. അതായത് ആ ഫോട്ടോയോട് ചേർത്ത് തന്നെ ഒരു സൈൻ ചെയ്ത് വെക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കുമല്ലോ അതിൻ്റെ അവിടെ സിഗ്നേച്ചർ ഇടാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് അതിനകത്ത് അറ്റാച്ച് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം അതിനകത്ത് അറ്റാച്ച് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ഫോം ഇതിന്റെ പ്രിന്റ് ഔട്ടിന്റെ താഴെ ഉണ്ടായിരിക്കും. അവിടെ പ്രിന്റ് ഔട്ട് എടുക്കാം. അതേപോലെ ഇവർ മെയിനായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത, അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ വേണം. ആ സർട്ടിഫിക്കറ്റ് ഫുള്ള് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഫുള്ള് എന്ത് വേണം, നിങ്ങൾ ഓഫ്ലൈനായിട്ടും അപ്ലൈ ചെയ്യുമ്പോൾ ഓഫ്ലൈനായിട്ട് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുമ്പോഴും അതിനകത്ത് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. എൻവലപ്പിനകത്ത് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഇല്ലാത്ത പക്ഷം ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിജക്റ്റ് ആയി പോകുമെന്ന് പറയുന്നുണ്ട് ഇവിടെ. OBCയുടെ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ഇത് OBCയുടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾ സ്വയമേ ഫില്ല് ചെയ്ത് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് ഓഫ്ലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. ഇത് പക്ഷേ നിങ്ങളുടെ OBC സർട്ടിഫിക്കറ്റ് ആണ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് നിങ്ങൾ സ്വയമേ ഫില്ല് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഇവിടെ സിഗ്നേച്ചർ, നിങ്ങളുടെ ഫുൾ നെയിം, അഡ്രസ്, പ്ലേസ് ഡീറ്റെയിൽ ഒക്കെ ഇടേണ്ടത്. ഇത് SC ST കാൻഡിഡേറ്റിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. പോസ്റ്റാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് CSR നിന്നാണ് വിളിച്ചിരിക്കുന്നത്. സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് ഓർത്തിരിക്കും 10/5/2025 പക്ഷേ നിങ്ങൾ ഹാർഡ് കോപ്പി 19/5/2025 മുന്നേ ചെല്ലുന്ന രീതി വേണം അയച്ചു കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട്. ഇത് പെട്ടെന്നുള്ള എക്സാം ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ജൂലൈ തന്നെ റിസൾട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് റിസൾട്ട് ഒക്കെ വരുന്ന ഒരു എക്സാം ആണിത്. റിക്രൂട്ട്മെന്റ് എക്സാം ആണ്. സോ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.